അടുത്ത എന്താ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺവേർഷൻ ആണിത്. ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്ലോട്ടുകൾ നോക്കാം. ഇത് ബേസിക്കലി എന്താ ജെഇക്ക് ചോദിച്ചു വരുന്ന കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കൂട്ടിയാൽ അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പുറത്ത് വരുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ബ്രൈറ്റ്നസ് കുറച്ച് കഴിഞ്ഞാലും എന്താ ഉണ്ടാവുക, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറയും. ബ്രൈറ്റ്നസ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ്, അതായത് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പുറത്ത് വരുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. അതെന്താണ് കുറച്ച് മാറിയിട്ട് എന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കൊടുത്താൽ മാത്രമേ എമിറ്റ് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ഫ്രീക്വൻസി കൊടുക്കുമ്പോഴേക്കും എന്താ ഇലക്ട്രോൺസ് എമിറ്റ് ആവില്ല. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഞാൻ ഫ്രീക്വൻസി കൂട്ടി 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 ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി കൊടുക്കുമ്പോഴാണ് എന്താ ഇലക്ട്രോൺസ് എമിറ്റ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് കുറച്ചൊന്ന് നീങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്, അതായത് കൈനറ്റിക് എനർജി വേഴ്സസ് ന്യൂ, അതായത് ഫ്രീക്വൻസി. ആൻഡ് ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എച്ച് ആണ്. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ സ്ലോപ്പ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഇലക്ട്രോണൽ ആറ്റംസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അതായത് ലിത്തിയം 2+, ഹൈഡ്രജൻ, ഹീലിയം പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ മൂന്നെണ്ണത്തിനും എന്താ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിനും ആംഗുലാർ മൊമെൻറ്റം സെയിം ആയിരിക്കും. ഓക്കെ, ഇത് എന്താ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്, ആംഗുലാർ മൊമെൻറ്റം സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് ചില ക്വസ്റ്റ്യനിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നൊക്കെ തരും. ആ സമയത്ത് നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ എന്താ n=0 അങ്ങനെ എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n=1 ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n=2 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n=3 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ സിക്സ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n=7 ആണ്. ഓക്കെ, ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫോർമുല നോക്കാം, അതായത് റേഡിയസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഈ ദാറ്റ് ഈസ് ഈക്വൽ ടു r0 × n²/z. ചില കേസസിൽ നമുക്ക് ഈ എന്താ r0ന് പകരമായിട്ട് a0 തരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ r0യും a0യും സെയിം ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ r0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.53 ആങ്സ്ട്രം അല്ലെങ്കിൽ 53.9 നാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു എന്താ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്നുള്ള യൂണിറ്റ്സിലാണ്. അപ്പോൾ എന്താ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് -13.6 Z²/n² ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ Z ആണ്. അപ്പോൾ ലിഥിയത്തിൻ്റെ കേസൊക്കെ ആണെങ്കിൽ എന്താ Z എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ എനർജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ജൂളും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺ വോൾട്ടും ഉണ്ട് യൂണിറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്നാണ്, പക്ഷെ ഈ ഒരു കേസ് നോക്കിയാൽ നമുക്ക് ജൂൾ പെർ ആറ്റം എന്ന് കാണാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കണം, യൂണിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ എന്താ ഈ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ റേഡിയസിൻ്റെ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവും r ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n²/z. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ആൻഡ് ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n കൂടുമ്പോൾ എനർജി കുറയും. ഓക്കെ, അപ്പോൾ അതായത് ഈ ഇതിലത്തെ ഈ ഇക്വേഷനിലെ n കൂടുമ്പോൾ എനർജി കുറയും, അതായത് n ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. ഓക്കെ, പിന്നീട് എന്താ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
1 ബൈ അല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വേവ് ലെങ്ത്. ഓക്കെ, പിന്നെ എനർജിയുടെ മറ്റൊരു ഇക്വേഷനാണ് -2.18 ഇൻറ്റു 10⁻⁻18 Z²/n². ഇവിടെ Z²/n² ആണെങ്കിൽ അവിടെ n²/z ആണ്, തെറ്റരുത്. ഇവിടെ ജൂൾ പെർ ആറ്റം ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്നാണ്. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ എന്താ ന്യൂ ഈക്വൽ ടു Z²/n³ ആണ്. അത് ബേസിക്കലി ഈക്വൽ ടു അല്ല, എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സൈൻ ആണ്. ആൻഡ് ഇവിടെ ടൈം പീരിയഡ് എന്ന് പറയുന്നതും എന്താ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു n³/z². ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z²/n² ആണ്. പിന്നീട് ഇവിടെ ഈ എന്താ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് വരും ക്വസ്റ്റ്യനിൽ. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ n2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കണം. ഓക്കെ, പിന്നീട് ഇവിടെ ഈ 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ അവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഷോർട്ടസ്റ്റിന് പകരം ലോങ്സ്റ്റ് വേവ് ലെങ്ത് തരും. ആ സമയത്ത് നമ്മൾ n2 = n1+1. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങാനും ഇനി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ, അങ്ങനെയാണ് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ n2 = ∞. ഇതൊരു എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ ഈ സ്പീഡിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഈ സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ Z/n ആണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സ്പീഡ് = v0 ഇൻറ്റു Z/n എന്ന ആ ഒരു ഇക്വേഷൻ എന്നാണ് നമുക്ക് ഈ എന്താ v is directly proportional to Z/n എന്ന് വന്നത്. പിന്നെന്താ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണിത്. ന്യൂ ബാർ = 1/λ = RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഇൻറ്റു Z² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ RHൻ്റെ വാല്യൂ അല്ലെങ്കിൽ R എന്നൊക്കെ വിളിക്കും. അതായത് ഈ R എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 109677. ഓക്കെ, ഇനി ഈ n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലോവർ ഓർബിറ്റ് ആണ്. n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓർബിറ്റ് ആണ്. ഇത് ചില സമയത്ത് തെറ്റാറുണ്ട്, അപ്പോൾ ഇനി തെറ്റരുത്. ഇനി ഇവിടെ നോക്കാനുള്ളത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv²/r ആണ്. ഇവിടെ എം കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഇസ് കോൺസ്റ്റൻറ്റ്, റൈറ്റ്? എം ഇസ് കോൺസ്റ്റൻറ്റ്, അതുകൊണ്ട് തന്നെ എം കട്ട് ചെയ്തു. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, v is directly proportional to Z/n. അപ്പോൾ ഇവിടെ v² ആണ്, ഇത് v ആണ്. അപ്പോൾ v² എന്ന് പറയുമ്പോൾ Z²/n² എന്ന് വരും. ആൻഡ് r എന്ന് പറയുന്നത് n²/z ആണ്. r നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് Z³ / n⁴ വരും. പിന്നെ ഇവിടെ കൈനറ്റിക് എനർജിയുടെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് p²/2m ആണ്, നിങ്ങൾക്കറിയായിരിക്കും. ആൻഡ് ഇവിടെ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് കാര്യമായിട്ട് പഠിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ½ mv² ആണ്. ഇവിടെ ഈ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതെന്താ പോസിറ്റീവ് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഒരാളുടെ മാസ് നമ്മൾ -50 കിലോ അല്ലെങ്കിൽ -45 കിലോഗ്രാം എന്ന് പറയില്ലല്ലോ. ഓക്കെ, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ ഹാഫും പോസിറ്റീവ് ആണ്. പിന്നീടുള്ളത് v ആണ്. ഈ v എന്ന് പറയുന്നത് ആക്ച്വലി വെലോസിറ്റി അല്ല, പകരം സ്പീഡാണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവാണെന്ന് പറയുന്നത്. പിന്നീട് എന്താ ഇത് ബേസിക്കലി നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അതായത് എന്താ ഇതിന് ബേസിക്കലി ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ അത് ഞാനിവിടെ എഴുതിയില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ എന്താ നെഗറ്റീവായിരിക്കും, ആ വാല്യൂവിൻ്റെ നെഗറ്റീവായിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ ഈ ടോട്ടൽ എനർജിയുടെ ഇരട്ടിയായിരിക്കും. ഓക്കെ, അതായത് ഈ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ -x,